അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فمتاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله العليا والله عزيز حكيم. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. മനുഷ്യരുടെ നന്മയ്ക്കും ജീവിത വിജയത്തിനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ വഴി മാർഗദർശനം നൽകുന്നത്. ഒരു പ്രവാചകനെയും വിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാന പ്രകൃതിയിൽ അള്ളാഹുവെ സംബന്ധിച്ച ജ്ഞാനവും വിശ്വാസവും ഉത്ഭൂതമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു മഹത്വവും ഒരു അനുഗ്രഹമാണ്. മനുഷ്യ മനസ്സിന് നൽകപ്പെട്ടിട്ടുള്ള ആ കഴിവ് കൊണ്ട് മാത്രം അവൻ ഹിദായത്ത് പ്രാപിച്ചോട്ടെ എന്ന് വിചാരിക്കാതെ കൂടുതൽ കാരുണ്യം എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും വിളിച്ചുള്ളത്. മനുഷ്യന് സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. സ്വീകരിക്കുന്നവരെ സഹായിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാടാക്കി. നിരാകരിക്കുന്ന ആളുകളെ പ്രേരിപ്പിച്ച് വഴികേടിലേക്ക് കൊണ്ടുപോകാൻ പിശാചിനെയും ഏർപ്പെടുത്തി. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. മനുഷ്യന് സ്വയം തീരുമാനിച്ച് നന്മയുടെ വഴി സ്വീകരിച്ച് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ
അവഗണിച്ചോ നിഷേധിച്ചോ താന്തോന്നിത്വം കാണിച്ച് ജീവിച്ച് നശിക്കുകയോ ചെയ്യാൻ അവന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമാണ്. ആരെങ്കിലും നിർബന്ധിച്ച് പിടിച്ച് ഹിദായത്തിലാക്കുകയോ അല്ലെങ്കിൽ ലലാലയത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്നത് നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമല്ല. അതുകൊണ്ട് മനുഷ്യൻ ഹിദായത്തിലായാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ നന്മ അവന് തന്നെയാണ്. മനുഷ്യൻ ലലാലത്തിലായാൽ അതിൻ്റെ തിന്മയും അവൻ തന്നെ അനുഭവിക്കണം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസ്അതും ഫലഹാ. നിങ്ങൾ നന്മ ചെയ്താൽ അതിൻ്റെ നന്മ നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത്. നിങ്ങൾ തിന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ തിന്മയും അതിൻ്റെ ദോഷവും നിങ്ങൾ അനുഭവിക്കണം. വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഇഷ്ടമുള്ളവന് ഇത് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് ഇത് നിഷേധിക്കാം. ഇത് മനുഷ്യരോട് ഒന്നിച്ച് പറയുന്നതാണ്. വിശ്വസിച്ച് പള്ളിയിൽ വരുന്ന മുസ്ലിങ്ങളോടല്ല, മനുഷ്യ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആഹ്വാനമാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഹിദായത്ത് നൽകാനും അവരെ കൂടുതൽ സന്മാർഗത്തിന്റെ മാർഗത്തിൽ ചലിപ്പിക്കാനും പ്രവാചകന്മാർ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. മൊത്തം ഒരു പ്രദേശത്ത് മനുഷ്യർ വരുമ്പോൾ അവിടെ പ്രവാചകൻ വരുമ്പോൾ മൊത്തം മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രവാചകൻ വരുന്നത്. അങ്ങനെയുള്ള പ്രവാചക പരമ്പരയിലെ ഒടുവിലത്തെ കണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും അംഗീകരിക്കുന്നവരും നിഷേധിക്കുന്നവരും ഉണ്ടായി. എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതകാലത്തിൽ സംഭവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും നാട്ടിലെ വമ്പന്മാരും കൊമ്പന്മാരും സ്ഥാനമാനമുള്ളവരും പണക്കാരും ഇതിനെതിരായി എന്നുള്ളതാണ്. കാരണം അള്ളാഹു പറയുന്ന പല സംഗതികളും അംഗീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പ സൗകര്യമുള്ളവന് സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയാണുള്ളത്. അപ്പൊ റസൂലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ആദ്യം പ്രലോഭനങ്ങൾ, മക്കയിലെ രാജാവാക്കാം, ഒരുപാട് പണം കൊടുക്കാം, സുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഒടുവിൽ ഒരു കയ്യിൽ സൂര്യനെയും ഒരു കയ്യിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ചു തന്നാൽ ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചകനെയും അനുയായികളെയും മർദ്ദന പീഡനങ്ങൾ കൊണ്ട് ഒതുക്കാമെന്നായി. മർദ്ദനം അസഹനീയമായ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ റസൂലിന്റെ കുറെ അനുയായികൾക്ക് ആഫ്രിക്കയിലെ അബ്സീനയിലെ നജ്ജാഷി രാജാവിന്റെ അടുത്ത് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകി. ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം അവിടെ പോയി. അവിടെയും ഖുറൈശികൾ വിട്ടില്ല. ഖുറൈശി പ്രമുഖന്മാരുടെ പ്രതിനിധികൾ അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ആൾക്കാരെ ഇവിടെ അഭയം കൊടുത്ത് താമസിപ്പിക്കരുത്, ഞങ്ങൾക്ക് വിട്ടുതരണം. നജ്ജാഷി രാജാവുമായിട്ടുള്ള സുദീർഘമായ സംഭാഷണങ്ങളും എന്താണ് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് പറയുന്നത് എന്ന് നജ്ജാഷി രാജാവ് ചോദിക്കുകയും മറിയമിനെ സംബന്ധിച്ച കുറെ കാര്യങ്ങൾ ജഅഫർ ബിൻ അബി ത്വാലിബ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഹദീസുകളിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നും മക്കയിൽ മർദ്ദനം ഭീകരമായി തുടർന്നു. മർദ്ദനം അസഹനീയമായ സന്ദർഭത്തിൽ, പീഡനവും മർദ്ദനവും അസഹനീയമായ സന്ദർഭത്തിൽ എന്തിനാണ് അവർ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അള്ളാഹുവാണ്, മനുഷ്യരെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്, മനുഷ്യന് ജീവിത സൗകര്യങ്ങളൊക്കെ തന്നത് അള്ളാഹുവാണ്, അതുകൊണ്ട് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ജീവിത വിജയം പ്രാപിക്കുമെന്ന ഒരു പ്രകൃതി യാഥാർത്ഥ്യം മനുഷ്യനെ പഠിപ്പിച്ചതിനാണ് ആ സത്യത്തിന് നേരെ കല്ലെറിഞ്ഞിട്ടുള്ളത്. ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ സത്യത്തിന്റെ മാർഗത്തിൽ, അതുപോലെ ഉന്നതമായ ആശയങ്ങളുടെ മാർഗത്തിൽ വന്ന എല്ലാ മനുഷ്യന്മാരെയും ലോക ജനത കല്ലെറിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രം ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അവസാനം കുറെ ആളുകൾ മദീനയിൽ നിന്ന് ആളുകൾ വരികയും അവരുമായി ചെറിയൊരു ഉടമ്പടി ഉണ്ടാക്കുകയും കുറെ ആളുകളെ മദീനയിലേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുകയും ചെയ്തു. 2, 3, 4 ആളുകളുടെ സംഘങ്ങളായി അവർ മദീനയിലേക്ക് പോയി. ഏതാണ്ട് വലിയൊരു വിഭാഗം ആളുകൾ മദീനയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മക്കയിൽ പ്രവാചകനും അംഗുലീപരിമിതരായ അനുചരന്മാരും മാത്രം അവശേഷിച്ച സന്ദർഭത്തിൽ ഖുറൈശികൾ യോഗം ചേർന്നു. ഇത് ഏറ്റവും പറ്റിയ സന്ദർഭമാണ്. മുഹമ്മദിന്റെ ശല്യം ഈ ഭൂമുഖത്ത് നിന്ന് എന്നേക്കും ഒഴിവാക്കാനായി അവനെ വകവരുത്തുവാൻ ഏറ്റവും പറ്റിയ സന്ദർഭമാണ്. ഏതെങ്കിലും ഒരാളോ ഒരു ഗോത്രത്തിലോ ആൾ പോയി കൊന്നു കഴിഞ്ഞാൽ ഖുറൈശികൾ വമ്പന്മാരായതുകൊണ്ട് ആ ഗോത്രത്തിലെ മുഴുവൻ ആളുകളെയും തിരിച്ചു വകവരുത്തിക്കളയും. അതുകൊണ്ട്
എല്ലാ ഗോത്രത്തിലെയും ഓരോ ആളുകൾ ചേർന്ന് ഒരു സംഘം ഉണ്ടാക്കി മുഹമ്മദിനെ വധിക്കുക എന്ന തീരുമാനത്തിലാണ് അവരെത്തിച്ചേർന്നത്. എല്ലാ ഗോത്രക്കാരോടും മുഹമ്മദിന്റെ കുടുംബക്കാർക്ക് പ്രതികാരം ചോദിക്കാൻ സാധ്യമാവുകയില്ല എന്നവർ നിശ്ചയിക്കുകയും ചെയ്തു. ഒരു വശത്ത് അവർ ഗൂഢാലോചന നടത്തുമ്പോൾ മറുവശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെടാൻ അനുമതി നൽകി. പട്ടാളമില്ലാതെ സന്നാഹമില്ലാതെ രാത്രിയിൽ ഒറ്റയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സ്വന്തം ബെഡിൽ അലിയെ കിടത്തി പുതപ്പിച്ച് കിടത്തുന്നു. അബൂബക്കറിന്റെ വീട്ടിനെ ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി മദീനയെ ലക്ഷ്യമാക്കി. അങ്ങ് വടക്കോട്ടാ പോകേണ്ടി, പക്ഷേ തിരിഞ്ഞിപ്പുറത്താ പോയത്, ആളുകൾ മനസ്സിലാവാതിരിക്കും. എന്നിട്ട് വളഞ്ഞു വന്നു. അങ്ങനെ അവർ യാത്രയായി. അവർ സൗറിന്റെ ഗുഹാമുഖത്ത് എത്തിച്ചേർന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് നോക്കി ഒരല്പ സ്ഥലം കണ്ടപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നേരം വെളുത്തപ്പോൾ ഖുറൈശി പ്രഭുക്കന്മാർക്ക് മനസ്സിലായി മുഹമ്മദ് നമ്മളെ പറ്റിച്ച് നാട് വിട്ടുകളഞ്ഞിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒരു സംഭവം. യാതൊരു തരത്തിലും അവർക്ക് സഹിക്കാനാവാതെ നാലാ ഭാഗത്തും അവർ ഓട്ടം തുടങ്ങി. എല്ലാ പ്രവാചകാനുചരന്മാരുടെ വീടുകളും അരിച്ചു പിറക്കാൻ തുടങ്ങി. അവർ അബൂബക്കറിന്റെ വീട്ടിലെത്തിയപ്പോൾ അസ്മാഇനെ കണ്ടു. മൂത്ത മകൾ അസ്മാഇനോട് എന്റെ വാപ്പ എവിടെയെന്ന് ചോദിച്ചു അബൂജഹൽ. നല്ല മറുപടിയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. എന്നാൽ രാത്രി പോയെന്നല്ല പറഞ്ഞു, ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. അബൂജഹലിനെ ദേഷ്യം പിടിച്ചു. ഒരു അറ്റാറ്റിയാണ് തറഞ്ഞു. അവരുടെ കർണാഭരണം പൊട്ടി താഴെ വീണതായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തല തിരിഞ്ഞുപോയി. അങ്ങനെ അവര് എങ്ങോട്ടാണ് പോയത് എന്നറിയാൻ വേണ്ടി അടയാള വിദഗ്ധന്മാർ, അന്നങ്ങനെ അറേബ്യയിലെ സംവിധാനമുണ്ട്. കുതിരയോ ഒട്ടകമോ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ പതിയുന്ന അടയാളം കണ്ടുപിടിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു, എങ്ങോട്ടാ പോയെന്ന് മനസ്സിലാക്കുന്നു. അടയാള വിദഗ്ധന്മാരുടെ സഹായത്താൽ അവര് പ്രവാചകനെ പിന്തുടർന്നു. അവരും എത്തി സൗറിന്റെ ഗുഹാമുഖത്ത് അവരെത്തി. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അകത്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഖുറൈശി യുവാവ് പുറത്തുനിന്ന് പറയാണ്, നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം, അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന പ്രമുഖനായ ഖുറൈശി നേതാവ് പറഞ്ഞു, അങ്ങോട്ട് നോക്കടോ, അവിടെ ചെലന്തി വല കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? ആ ചെലന്തി വലയ്ക്ക് മുഹമ്മദിന്റെ ജന്മത്തെക്കാൾ പഴക്കമുണ്ട്. പിന്നെയാണോ ഇന്നലെ വന്ന് മുഹമ്മദ് ഇതിനകത്ത് കയറുന്നത്? ഇമാം ബൂസരി വളരെ ഹൃദയസ്പർക്കായ രംഗം ഓർക്കുന്ന അതായത് ഈ ഭൂമിയിലെ ഏറ്റവും മഹോന്നതനായ മനുഷ്യൻ താമസിക്കുന്നിടത്ത് മാടപ്പറവുകൾ മുട്ടയിടുകയോ അല്ലെങ്കിൽ ചെലന്തി വല കെട്ടുകയോ ചെയ്തില്ല എന്നാണ് അവരുടെ മനസ്സ് പറഞ്ഞത്. ഒരു നിമിഷം. പക്ഷെ അബൂജഹലിന്റെ അഭിപ്രായം പറയുന്നതായിരുന്നു, നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടും ചെയ്യുന്നത് കണ്ടുകൊണ്ടും മുഹമ്മദ് ഇവിടെ അടുത്തെവിടെയുണ്ട്, അവന്റെ കൺകെട്ടുകൊണ്ട് നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമാണ്. അപ്പൊ അബൂജഹലിന് സത്യം അറിയാം, സത്യം അറിഞ്ഞിട്ടാണ് നിശ്ചയിച്ചത്. മുഹമ്മദിന് അതൊക്കെ മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്, അതിനെ കൺകെട്ട് എന്ന് മാത്രമാണ് അയാൾ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു ചെലന്തി വല കൊണ്ട് ഈ വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീടാണ് ചെലന്തിയുടെ വീട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു. ഒരൊറ്റ ചെലന്തി വല കൊണ്ട് എല്ലാവിധ സർവായുധ വിഭൂഷിതരായി വന്ന മഹാസംഘം അപ്പുറത്ത് യാതൊരു സന്നാഹവുമില്ലാതെ പേടിച്ചു പറിച്ചു. അപ്പൊ ഒരാള് ഇങ്ങനെ കാൽപെരുമാറ്റം ഇങ്ങനെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, അവരെങ്ങാനും അല്ല, ആദ്യം അദ്ദേഹം ഇങ്ങോട്ട് നോക്കി, ഗൗരവത്തിൽ നോക്കി. അവര് ഇങ്ങോട്ട് എത്തുമല്ലോ എന്ന് ബേജാറില്ല, കരയാൻ തുടങ്ങി. അബൂബക്കറിന്റെ കണ്ണുനീര് കണ്ടപ്പോൾ റസൂൽ രേഷം ഗൗരവത്തിൽ അബൂബക്കറിനെ നോക്കി. അപ്പോ അബൂബക്കർ റസൂലിനോട് പറഞ്ഞത്, എന്റെ കാര്യം ഓർത്തല്ല, അള്ളാഹുവിന്റെ ദൂതന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, വ്യസനിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുകയുണ്ടായി. എന്നിട്ടും അബൂബക്കറിന് അല്പസമയം ആശ്വാസം കിട്ടിയിട്ട് വീണ്ടും കാൽപെരുമാറ്റം കണ്ടപ്പോൾ പറഞ്ഞു, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കണ്ടത് തന്നെ. അപ്പൊ പ്രവാചകൻ വീണ്ടും ചോദിച്ചു, മൂന്നാമനായി
അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളുടെ അവസ്ഥയെക്കുറിച്ച് അബൂബക്കറിന്റെ അഭിപ്രായം എന്താണ്? പിന്നെ അബൂബക്കർ നിശബ്ദനായി. ഈ ഒരു ചരിത്ര സംഭവം, ലോക ചരിത്രം മാറ്റിയിരുത്തിയ ഒരു സംഭവമാണ്. ഒരു ചെലന്തി വല കൊണ്ട്, ഒരു ചെലന്തി വലയെ ഹേതുവാക്കിക്കൊണ്ട് അന്നെങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ സംഭവിക്കില്ല, അത് വേറെ. പക്ഷെ അങ്ങനെ ആലോചിച്ചു, അവിടെ ഒരു ചെലന്തി വലയാണ് അവരുടെ മനസ്സിനെ മാറ്റിയത്. അവിടെ ഉണ്ടാവില്ല എന്നാണ് തീരുമാനിക്കുകയാണ്. അള്ളാഹു ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അള്ളാഹ് ചെയ്യാൻ കഴിയും. ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഹിജ്റയുടെ ഈ കാര്യം ഓർക്കുന്ന മറ്റൊരു സന്ദർഭം, അത് സൂറത്ത് തൗബയിൽ വളരെ വിശദീകരിക്കുന്നു. ഈ സംഭവമെല്ലാം കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഖാവും രക്ഷപ്പെട്ട് മദീനയിൽ എത്തിച്ചേർന്നു. അവിടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടായി. എന്നിട്ട് ഒരുപാട് വിജയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചു. ഹിജ്റ 9-ാം വർഷം റജബ് മാസം സിറിയൻ പട്ടാളം, അതായത് റോമാ ചക്രവർത്തിയുടെ കീഴിലുള്ള പട്ടാളം സിറിയൻ അതിർത്തിയിലേക്ക് പടനയിക്കുന്നതായി വിവരം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് അനുയായികളോട് യുദ്ധത്തിന് പോകാൻ പറഞ്ഞു. കഠിനമായ ചൂടുള്ള സന്ദർഭം, ഈത്തപ്പഴം പഴുത്ത് പാകമാകുന്ന, അവരുടെ അറബികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം പഴുത്ത് പാകമാകുന്ന ഒരു സന്ദർഭം. ചൂട് കഴിഞ്ഞാൽ ഉടനെ തണുപ്പ് വരും. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് യുദ്ധത്തിന് പോകുക എന്ന് ദുർബല വിശ്വാസികളായ മദീനയിലെ ചില ആളുകൾക്ക് സംശയമായി. അവരിങ്ങനെ വേവലാതി കൊണ്ടപ്പോൾ അവിടെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മുനാഫിക്കുകൾ അവസരം മുതലെടുത്തു. ഈ കഠിന ചൂടിൽ നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, അത് ആത്മഹത്യാപരമായിരിക്കും എന്നവർ പ്രചരിപ്പിച്ചു. അങ്ങനെ മദീനയിലാകെ കൺഫ്യൂഷനായി. പ്രമുഖരായ ചില സഹാബികൾ പോലും തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്മാറി നിന്നു. ഇത് സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ മഹാ അപരാധമാണ് എന്ന് കഠിനമായി വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി. ആ സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്നത്, മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇദാഖൽതും ഇലൽ അർദ്. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണം എന്ന്, അത് യുദ്ധത്തിനായാലും അല്ലാതെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭൂമിയിലേക്ക് കനം ചാഞ്ഞുന്നത്? വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഭൂമിയിലേക്ക് കനം ചായുക എന്നത്. ഭൗതിക താല്പര്യങ്ങളിൽ മനുഷ്യ മനസ്സ് കൂടുതൽ വ്യാപൃതരാകുമ്പോൾ ഈ ഭൂമിയോട് ഒട്ടിപ്പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. പ്രവിശാലമായ പരലോക ജീവിതത്തെ അപേക്ഷിച്ച് നിങ്ങൾ ഈ ദുന്യാവിലെ ജീവിതം കൊണ്ട് തൃപ്തരായിരിക്കുകയാണോ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, മതാഉൽ ഹയാത്തുദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. സുദീർഘമായ ഒരു അതിരുമില്ലാത്ത പരലോക ജീവിതവും ഈ ദുന്യാവ് ജീവിതവും തമ്മിൽ ഒരു താരതമ്യമില്ല. വളരെ കുറഞ്ഞ ഒരാസ്വാദനം മാത്രമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ളത്. മറ്റതിന്റെ പ്രവിശാലത ഓർക്കുമ്പോൾ ഹ്രസ്വമായ ഈ സമയത്ത് കുറഞ്ഞ ആസ്വാദനം, ഈ കുറഞ്ഞ ആസ്വാദനത്തിന് വേണ്ടി ആ വലിയ സൗഭാഗ്യം നിങ്ങൾ വിറ്റു തുലയ്ക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലാ തൻഫിറു, നിങ്ങൾ അള്ളാഹു പറഞ്ഞിടത്ത് പോയില്ലെങ്കിൽ യുഅദ്ദിബുക്കും അദാബൻ അലീമ, നിങ്ങളെ കഠിനമായ ശിക്ഷയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാത്രീഭൂതരാക്കും. എന്നിട്ട് വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, വലിയ ഒരു വെല്ലുവിളിയാണ്. നിങ്ങളല്ലാത്തൊരു ജനതയെ നാം ഇവിടെ കൊണ്ടുവരികയും ചെയ്യും, നിങ്ങളിവിടെ നിന്ന് നിഷ്കാസനം ചെയ്യും, നശിപ്പിച്ചാളും. നിങ്ങളല്ലാത്തൊരു ജനത ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. വലാ തദുറുഹു ശൈഅ, ആ ജനത നിങ്ങൾക്ക് അവനൊന്നും, അങ്ങനെ അവൻ ചെയ്താൽ നിങ്ങൾക്ക് അവന് ഒന്നും ചെയ്യാൻ സാധ്യമാവുകയില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇല്ലാ തൻസുറുഹു, നിങ്ങളിപ്പോൾ അവനെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പ്രവാചകനോട് തബൂക്കിലേക്ക് മാർച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. സത്യവിശ്വാസികളോട് അവനെ സഹായിക്കണം, അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇല്ലാ തൻസുറുഹു, നിങ്ങൾ അയാളെ സഹായിച്ചില്ലെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ വേണ്ട. ഫഖദ് നസറഹുല്ലാഹു, അല്ലാഹു അവനെ മുമ്പ് സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹു അല്ലദീന കഫറു, നിഷേധികൾ അവന്റെ ജന്മനാട്ടിൽ നിന്ന് നാട്ടി പായിപ്പിച്ചൊരു ദിവസം ഉണ്ടല്ലോ, താനിയത്തിനെയും, രണ്ടിലൊരാളായിട്ട്. ഇത് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പോൾ. ഇത് യഖൂലു ലി സാഹിബിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ. ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ശാന്തി ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജനൂദിൻ ലം തറൗഹാ, നിങ്ങളാരും കാണാത്ത സൈന്യത്തെ കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു.
വജഅല കലിമത്തല്ലദീന കഫറ സുഫ്ല. ഒരു ചെറിയ ചെലന്തി വല കൊണ്ട്, നിസ്സാരമായ ഒരു ചെലന്തി വല കൊണ്ട് സത്യനിഷേധികളുടെ എല്ലാ ആശയാഭിലാഷങ്ങളെയും ആദർശങ്ങളെയും വാചകത്തെയും അവൻ തട്ടിക്കളഞ്ഞു. കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വചനമാണ് എപ്പോഴും എന്നും ഉയർന്നു നിൽക്കുക. വല്ലാഹു അസീസുൻ ഹകീം. അള്ളാഹു തആല പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. ഒരുപാട് സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അള്ളാഹുവും അവന്റെ പ്രവാചകനും അവന്റെ ദീനും ഒക്കെ നിലനിൽക്കുന്നത് നിങ്ങൾ അറബികളെ അല്ലെങ്കിൽ അല്ലാത്തവരെ നിങ്ങൾ കുറെ പേര് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടോ അവനെ സഹായിച്ചത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളാരും ഇല്ലാതിരുന്ന കാലത്ത്, അവനും അവന്റെ സഖാവും മാത്രം ഒരു ഗുഹയിലുണ്ടായിരുന്ന കാലത്ത്, സർവായുധ വിഭൂഷിതരായി പട്ടാളവും കൊട്ടാരമുള്ള ആളുകൾ അവിടെ വന്നിരുന്നപ്പോ, അവർ ഗുഹയ്ക്കകത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് തയ്യാറെടുത്തപ്പോ നിസാരമായ ഒരു ചെലന്തി വലയെ കാണിച്ചിട്ട് കാഫിറുകൾ അല്ലാഹു തആല പായിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നിലനിർത്തുമെന്നതിന് നിങ്ങൾക്കൊരു പാഠമാണ്. എന്നും എല്ലാ കാലത്തും ആളുകൾക്കൊരു പാഠമാണ്. ദീനുൽ ഇസ്ലാമിന് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന് വേണ്ടി ആരെങ്കിലും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും ഇസ്ലാമികീകരണം കൊണ്ടോ ഇസ്ലാമിക പ്രവർത്തനം കൊണ്ടോ അല്ല അള്ളാഹുവും അവന്റെ ദീനും ഖുർആനും ഇസ്ലാമും ഒന്ന് നിലനിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും അവന്റെ ദീനിന് ക്ഷീണം സംഭവിക്കുമെന്ന് അള്ളാഹു തആലക്ക് മനസ്സിലായാൽ, അതിന്റെ വക്താക്കൾ അതിനെ കൈവിട്ടു എന്ന് മനസ്സിലായാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായമായി മാലാഖമാരെ അയക്കുകയും ഈ ദീൻ ഇവിടെ നിലനിർത്തുകയും ചെയ്യും. ആദം നബി മുതൽ ഇന്നുവരെ കണ്ടുവന്നിരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലൊരു വളരെ വലിയ പാഠമാണ്. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. മനുഷ്യരുടെ ശക്തിയോ അല്ലെങ്കിൽ പണത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ അധികാരത്തിന്റെ ബലമോ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം ഈ മനുഷ്യരെ പടച്ചതും അവർക്ക് പണം കൊടുത്തതും അവർക്ക് അധികാരം നൽകിയതും അവർക്ക് സൽബുദ്ധി നൽകിയതും അവർക്ക് ഹിദായത്ത് നൽകിയതും അവരെ ശത്രുക്കളെ സംരക്ഷിച്ചതും രോഗങ്ങളിൽ സംരക്ഷിച്ചതും നിലനിർത്തിയതും അള്ളാഹു ആയതുകൊണ്ട് ഈ ദീനിനെ നിലനിർത്തുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിന്റെ രണ്ടാമത്തെ മഹത്തായ ഒരു പാഠമുണ്ട്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏത് സന്ദർഭത്തിലും ഇന്നല്ലാഹ മഅന എന്ന് പറയാനുള്ള ഒരു ഈമാനികമായ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതാണ് രണ്ടാമത് പഠിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഏകാന്തമായ ആ വിജനമായ സ്ഥലം ഗുഹയാണ്. ആരും സഹായിക്കാനില്ല. അകത്ത് കയറി വെട്ടിയാൽ അങ്ങോട്ടോടാനൊരു സ്ഥലമില്ല. പുറത്ത് ശത്രുവിന്റെ മുന്നിൽ കീഴങ്ങില്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ ശരീരം മുഴുവൻ അടിമുടി കോരിത്തിരിച്ച് ശത്രുവിനെ കണ്ട് ഭീതി പൂണ്ട് ഭയന്നു നിൽക്കുമ്പോ വളരെ ശാന്തനായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ആയത്ത് സൂറത്ത് തൗബയിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഹൃദയസ്ഥമാക്കിക്കൊള്ളണം. അള്ളാഹു നമ്മളോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹു, നിങ്ങൾ ദുഃഖിക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോ, അപകടം വരുമ്പോ, ദാരിദ്ര്യം വരുമ്പോ, രോഗം വരുമ്പോ, വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോകുമ്പോ, അങ്ങനെ പ്രയാസങ്ങളുടെ നടുവിൽ വിഷമിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറയാനുള്ള ഈമാനികമായ ഉയർച്ച. അതാണ് മാതൃക, അതാണ് പ്രവാചകൻ, അതാണ് നാം പ്രവാചകനിലൂടെ കാണിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അത് യുദ്ധരംഗത്തായാലും സാധാരണ രംഗത്തായാലും ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട് എന്ന ഒരു വളരെ ദൃഢബോധ്യമുള്ള ഒരു ഈമാൻ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ എന്നല്ല ചെയ്യുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഏറ്റവും നന്നായ നിലയ്ക്കാണ് ഈ ഖുർആൻ മനുഷ്യനെ മാർഗദർശനം ചെയ്യുന്നത്. ഇതിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ജനങ്ങളെ അറിയിക്കുന്നത്. മുസ്ലിങ്ങളല്ല, ജനങ്ങളെ അറിയിക്കുന്നത്. എന്നിട്ട് ഇതിനെ നിഷേധിച്ചു പോകുന്ന ആൾക്കാർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന ഒരു വാർത്തയും അറിയിക്കുന്നത് ജനങ്ങളെയാണ്, മുസ്ലിങ്ങളെ മാത്രമല്ല എന്നതാണ്. അപ്പൊ ജനങ്ങളോട് പറയാൻ യാ യുഹന്നാസ് എന്നൊക്കെ വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പറയാറുള്ളത്. ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു. വിജയത്തിന്റെ സന്ദേശം, ആശ്വാസത്തിന്റെ സന്ദേശം, പ്രതീക്ഷയുടെ സന്ദേശം, ഉത്തമമായ സന്ദേശം. അങ്ങനെ ഒരു സന്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മോടൊപ്പമുണ്ട് എന്ന് ദൃഢമായി ബോധ്യമാകുന്ന ആ ഒരു തരത്തിലുള്ള ഈമാൻ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും മനുഷ്യന് ഈമാൻ കൈവഴിയാറുണ്ട്. അതുപോലെ തന്നെ ആഹ്ലാദം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, സ്ഥാനമാനങ്ങൾ ഉണ്ടാവുമ്പോൾ, പണം കിട്ടുമ്പോൾ, ലാഭം കിട്ടുമ്പോൾ, കല്യാണം നടത്തുമ്പോൾ ഒക്കെ മനുഷ്യൻ ആഹ്ലാദഭരിതരായി ഇന്നല്ലാഹ മഅനാ എന്നത് ഒഴിവാക്കി കളയാറുണ്ട്. അവിടെയും വേണം ഇന്നല്ലാഹ മഅനാ. സന്തോഷം വരുമ്പോഴും ഇന്നല്ലാഹ മഅനാ എന്നുള്ള അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അത് ഏത് സന്ദർഭത്തിലും, വീട് വെക്കുമ്പോഴും വേണം, കല്യാണം കഴിപ്പിക്കുമ്പോഴും വേണം, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴും വേണം, വിവാഹാലോചന നടത്തുമ്പോഴും വേണം. മരണത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിവാഹവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണത്തിൽ നമ്മൾ അവിടെ ആഹ്ലാദിക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് ആഹ്ലാദമൊന്നും യഥാർത്ഥത്തിൽ കല്യാണത്തിന് വേണ്ട എന്നുള്ളതാണ്. മിതമായ ആഹ്ലാദം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. അത്യാഹ്ലാദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നില്ല സത്യവിശ്വാസിക്ക് ഈ ഭൂമിയിൽ വെച്ചെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സത്യവിശ്വാസത്തിന്റെ വീതിയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ഉണ്ടാവുന്നത്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി നിങ്ങൾ സത്യവിശ്വാസത്തിൽ ഉന്നതമായി നീങ്ങുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു കളയേണ്ട. ഞങ്ങളുടെ മിടുക്ക് കൊണ്ടാണ്, ഞങ്ങളുടെ അംഗബലം കൊണ്ടാണ്, ഞങ്ങളുടെ സംഘടനാ ബലം കൊണ്ടാണ്, ഞങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടാണ്, ഞങ്ങളുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൊണ്ടാണ് ഈ ദീനുൽ ഇസ്ലാം ഇവിടെ വളർന്നത് എന്ന് പറയേണ്ട ഒരാവശ്യം, വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. മനുഷ്യൻ അഹങ്കാരിയാവാതിരിക്കാൻ യാഥാർത്ഥ്യം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യമന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമന്നു അലയ്യ ഇസ്ലാമക്കും. അവർ ദീൻ സ്വീകരിച്ചത്, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നിന്നോടുള്ള ഒരു ഔദാര്യം പോലെ പലപ്പോഴും അവരെടുത്തു പറയുന്നത് നീ കാണുന്നില്ലേ പ്രവാചകരെ? ഖുൽ, നീ അവരോട് പറയണം, ലാ തമന്നു അലയ്യ ഇസ്ലാമക്കും. നിങ്ങൾ നിങ്ങളുടെ ദീൻ സ്വീകരണം എന്നോടുള്ള ഒരു ഔദാര്യമായിട്ട് എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുന്തും സാദിഖീൻ. ആരെങ്കിലും സത്യവിശ്വാസി ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കാണിച്ച ഔദാര്യമാണ്. അവന് ഈമാനിലേക്ക് വഴി കാണിക്ക വഴി അള്ളാഹു അവനോടാണ് ഔദാര്യം കാണിച്ചിരിക്കുന്നത്. മുസ്ലിം ആയതുകൊണ്ട് അള്ളാഹുവിനോടും പ്രവാചകനോടും ഖുർആനും ഇവൻ അങ്ങോട്ട് ഔദാര്യം കാണിച്ചല്ല എന്ന് മനസ്സിലാക്കണം എന്ന് നമ്മളോട് പറയാം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. വളരെ ആഴത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യ മനസ്സിലേക്ക് തറച്ചു കയറുന്നത്. ആരെങ്കിലും ഇസ്ലാമായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇസ്ലാമിക പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഖുതുബ പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പുണ്യം കൊണ്ടാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്ന് കണക്കാക്കേണ്ടതില്ല. അത് സത്യത്തിന് വിരുദ്ധമാണ്. അതിനുള്ള അവസരം നൽകുക വഴി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം കാണിച്ചതാണ് എന്ന് മനസ്സിലാക്കണമെന്ന് നീ അവരോട് പറഞ്ഞു പഠിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. വളരെ ആഴത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഒരുപാട് ഗീർവാണങ്ങൾ നടത്താറുണ്ട്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ വലിയ നോട്ടീസുകൾ അടിച്ചിറക്കാറുണ്ട്, അതുപോലെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാറുണ്ട്, ഒരുപാട് സംഗതികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് തന്നതിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം എന്ന വിനയാന്വിതമായ ഒരു മനസ്സാണ് നമ്മളിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيد لنا كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، ഉസിക്കും വഇയ്യായ ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ആദ്യ ഖുതുബയിലെ ആയത്തിന്റെ സന്ദേശം ചുരുക്കി പറഞ്ഞു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നത് മനുഷ്യരുടെ കഴിവും എടുക്കുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ടാണ്. അതവൻ ഉദ്ദേശിക്കുമ്പോൾ നിലനിർത്തുകയും അവൻ ഉദ്ദേശിക്കുമ്പോൾ തളർത്തുകയും ചെയ്യും. ഏതൊരു സമൂഹം അതിന് അർഹത നേടുന്നുണ്ടോ അവരെ അല്ലാഹു തആല പ്രോത്സാഹിപ്പിച്ച് അവരെ കൂടെ നിലനിർത്തും. ഏതൊരു സമൂഹം അവഗണിച്ചു പോകുന്നോ അവരെ അല്ലാഹു തആല താഴ്ത്തി നശിപ്പിച്ചുകയും ചെയ്യും. ഇസ്ലാം അള്ളാഹുവിൻ്റെതാണ്, പ്രപഞ്ചം അള്ളാഹുവിൻ്റെതാണ്, ജീവിതം അള്ളാഹുവിൻ്റെതാണ്. അതിങ്ങനെ അതിൻ്റെ പ്ലാൻ അനുസരിച്ച് പൂർത്തീകരിക്കുക ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ജനിച്ചു വളർന്നു പോകുന്ന നമ്മൾ ആരെങ്കിലും ദീനുൽ ഇസ്ലാം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ഔദാര്യമല്ല, നമ്മൾ
അള്ളാഹു നൽകിയ ഒരു ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. ഏത് ദുർഘടമായ സാഹചര്യത്തിലും അള്ളാഹുവോട് ഒട്ടി നിൽക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം, ഒരു ഈമാൻ വളർത്തിയെടുക്കണം. വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ഹദീദിൽ പറയാം, വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്. ഐനമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. ഇതൊരു ബലമാണ്, ഒരു പേടിയുമാണ്. അള്ളാഹുവിനെ കുറിച്ചും പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആ പേടി പോലീസിനെ പേടിക്കുന്ന, പട്ടിയെ പേടിക്കുന്ന ആ ടൈപ്പിലുള്ള പേടിയല്ല. പോലീസിനെ പേടി ഒരു തരത്തിലുള്ള പേടി, നിയമത്തെ പേടി വേറെ തരത്തിലുള്ള, പട്ടിയെ പേടിക്കുന്ന, പാമ്പിനെ പേടിക്കുന്ന പേടി വേറെ തരത്തിലുള്ള ആ പേടിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പേടി ഒരുതരം ആശ്വാസത്തില്, സമാധാനത്തില്, പ്രതീക്ഷയിൽ മുങ്ങിയ ഖൗഫുണ്ടാകും. പ്രതീക്ഷ മുങ്ങിക്കൊണ്ടാണ്. ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സഹായിക്കുമെന്ന മഹാപ്രതീക്ഷ. ഞാനെങ്ങാനും ധിക്കാരം കാണിച്ചാൽ അള്ളാഹുവിനെ ശിക്ഷ കളയും. അതുകൊണ്ട് തമ്പുരാനെ എന്നെ നന്മയിൽ നിലനിർത്തണേ, തിന്മയിൽ നിന്ന് അകറ്റി നിർത്തണേ എന്ന ഒരു മനസ്സാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇന്നല്ലാഹു മഅനാ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അടുത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ട്രെയിനിങ് നടത്തണം, സെൽഫ് ട്രെയിനിങ്. അതാണ് തസ്കിയത്ത്. അള്ളാഹുവിനെ വദ്കുറുല്ലാഹ കസീറ, വദ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കുക. അതാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും പരമപ്രധാനമായ നമസ്കാരമാണ്. നമസ്കാരം, ഫർള് നമസ്കാരം, അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നമസ്കാരം. സുന്നത്ത് നമസ്കാരത്തിന്റെ മുഅക്കദത്തായ സുന്നത്തുണ്ട്, നഫലുണ്ട്, അതുപോലെ തഹജ്ജുദുണ്ട്, ളുഹുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ആവശ്യത്തിനും താല്പര്യത്തിനും തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ ചെയ്യുന്തോറും സുന്നത്ത്, നഫിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ട് ചെയ്യണം. കൂടുതൽ ചെയ്യുന്തോറും അള്ളാഹുവിനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുകൊണ്ടേയിരിക്കുക. ഇനി അല്ലാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹംദും സലാത്തും വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ, മിനിമം അത്രയെങ്കിലും പറയണം. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. ആദ്യം അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാട്ടാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുഴുവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുൻകാല സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സത്യനിഷേധത്തിൽ നടക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ഹൃദയം പ്രവിശാലമായി കൊണ്ടിരിക്കണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരുപാട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് ഉന്നതമായ പേരുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന വദ്ഉഹു ബിഹാ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ശക്തിയാണ് വേണ്ടെങ്കിൽ യാ ഖവി, അതിശക്തവാനായ അല്ലാഹുവേ നീ എനിക്ക് ശക്തി തരണേ. യാ ഗനി, നമുക്ക് പണമാണ് വേണ്ടെങ്കിൽ അതിന് പറ്റിയ സിഫത്ത് എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ആരോഗ്യമാണ് വേണ്ടെങ്കിൽ അതിന് പറ്റിയ സിഫത്ത് എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നതാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലകൻ മുഅക്കലൻ ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ ഫമൻ ഖാല സലാസ ഖാലൽ മലക്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡ്യൂട്ടി ഏർപ്പെടുത്തിയ ചില മലക്കുകളുണ്ട്. അതായത് ആളുകളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലക്കുകളുണ്ട്. അതിൽ ഒരു വിഭാഗം മലക്കിന്റെ ഡ്യൂട്ടി ഇതാണ്. ആരെങ്കിലും യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ മലക്ക് പറയും ഇന്ന അർഹമർ റഹീമീന ഖദ് അഖ്ബല അലൈക ഫസൽ. നിന്റെ അർഹമർ റഹീമീൻ ഉണ്ടല്ലോ, നമ്മുടെ അർഹമർ റഹീമീൻ, നീ പറഞ്ഞത് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ചോദിച്ചുകൊള്ളുക, നിന്റെ ആവശ്യം നീ ചോദിച്ചുകൊള്ളുക. അപ്പോ പ്രാർത്ഥനയ്ക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ യാ റബ്ബി യാ റഹ്മാൻ റഹീം യാ റഹ്മാൻ റഹീം യാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം. ഇസ്തിഗ്ഫാർ പോലും അല്ലാഹുവിന്റെ ഇത് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയാൻ പറഞ്ഞു. യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നത്യവും അവദാനങ്ങളും വെറുതെ വാഴ്ത്തുകയല്ല, അത് സത്യമാണെന്ന് സർട്ടിഫിക്കേഷൻ. ശക്തി ഉള്ളവനോടല്ലേ ശക്തി ചോദിക്കാൻ പറ്റൂ. അപ്പൊ അള്ളാഹ്ക്ക് ശക്തി ഉണ്ടെന്ന് ആദ്യം സമ്മതിക്കണം, എന്നിട്ട് ശക്തി ചോദിക്കണം. പണം ഉള്ളവനോടല്ലേ പണം ചോദിക്കാൻ പറ്റൂ. അപ്പൊ അള്ളാഹുവാണ് ധനി, ഹുവൽ ഗനി, അവനാണ് പരാശ്രയിതനായ ധനവാൻ എന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് അവനോട് ചോദിക്കണം. ആരോഗ്യമുള്ളവനോടല്ലേ ചോദിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഹിദായത്ത് സ്വയം ഉള്ളവനോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. നമ്മൾ ഹിദായത്താണ് ചോദിക്കുന്നത്, ഭക്തിയാണ് ചോദിക്കുന്നത്, പണമാണ് ചോദിക്കുന്നത്, ആരോഗ്യമാണ് ചോദിക്കുന്നത്, പൊസിഷനാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈവശമാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും ആരും ആകാശം മുതൽ ഭൂമി വരെ തെറ്റ് ചെയ്തു പോയാലും യാതൊരു ബേജാറുമില്ല, വരേണ്ടതില്ല. യാതൊരു ബേജാറും ഉണ്ടാവാതെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് ചോദിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ നിരന്തരമായി ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ, ഇതൊന്നും ആരും മറക്കണ്ട. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ,
ഡോണ്ട് ബി സാഡ്, ഒരിക്കലും വ്യസനിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅന, അല്ലാഹ് ഷുവർലി, അതായത് സെർട്ടൻലി എന്ന് പറയും, തീർച്ചയായും ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ട്. അല്ലാഹു നമ്മുടെ കൂടെ കൊണ്ട് പിന്നെ ആരെയാണ് ഭയക്കേണ്ടത്? ആരെയും ഭയക്കേണ്ടതില്ല. അള്ളാഹുവിനെ മാത്രം ഭയന്നാൽ മതി. അള്ളാഹുവിനെ കൂടെ നടക്കാൻ, അള്ളാഹുവിന്റെ കൂടെ നടക്കാൻ, അള്ളാഹുവിനെ കൂടെ കൊണ്ട് നടക്കാൻ അങ്ങനെ രണ്ട് തരത്തിലാണ്. അള്ളാഹുവിനെ കൂടെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് എടുത്തു നടക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഒരു പ്രതീതിയാണ് നമ്മുടെ ഉള്ളിലെ ഈമാൻ. അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിനിധിയായി നമ്മുടെ ഉള്ളിലെ ഈമാൻ ഉണ്ട് മനസ്സിൽ. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് നടക്കാൻ, അള്ളാഹുവിന്റെ കൂടെ നടക്കാൻ, അത് അല്ലാഹുമ്മ സാഹിബുൻ ഫീ സഫരി വ ഖലീഫത്തുൻ ഫീ അഹ്ലി എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചവനെ, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ്. അല്ലാഹുമ്മ സാഹിബുൻ ഫീ സഫരി, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ്. വ ഖലീഫത്തുൻ ഫീ അഹ്ലി, എന്റെ വീട്ടിലെ പ്രതിനിധിയും നീയാണ്. ഞാൻ അവിടെ ഇല്ലാത്തപ്പോ എന്റെ അഭാവത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ നിന്നതാ തവക്കുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവെ സ്നേഹിച്ച് അള്ളാഹുവിന്റെ കൂടെ നടക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് നടക്കുന്ന ഉന്നതരായ സത്യവിശ്വാസികളാവണമെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലാവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാക്കാതെ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ പുറത്തുമാക്കാതെ തമ്പുരാനെ, മുൻകാല സത്യവിശ്വാസികൾ പുറത്തുമാക്കാതെ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മുന്നേ എത്തിയവരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള ഖബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും ശാന്തിയും സമാധാനവും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളും നന്മ വർദ്ധിപ്പിച്ചേരണേ തമ്പുരാനെ. ഞങ്ങളെ യുവാക്കളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ യുവാക്കളെയും യുവതികളെയും എപ്പോഴും നീ ഹിദായത്തിന്റെ മാർഗ്ഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രായമായ ആളുകളെ നീ കാരുണ്യം സ്പർശിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ, ചെറിയ കുട്ടികളെ ഏറ്റവും ഉത്തമമായി വളർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളായ ആശുപത്രിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ രോഗത്തിന് ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കൂടെ ഉള്ളവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബക്കാർക്കും ആശ്വാസം നൽകണേ തമ്പുരാനെ. സേവനം ചെയ്യാൻ അവർക്ക് നീ ആളെ ഏർപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. പണത്തിന് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം നീ പരിഹരിച്ചു കൊടുക്കണേ നാഥ. ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്റെ അടുത്ത് സംതൃപ്തിയോടെ വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ സക്രാത്തുൽ മൗത്തിന്റെ വേദന നീ ആശ്വാസത്തിലാക്കി തരണേ തമ്പുരാനെ. ഖബറുടെ വിശാലമാക്കണേ തമ്പുരാനെ. മഹ്ശറയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗ്ഗത്തിൽ നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. നരകശിക്ഷയിൽ ഞങ്ങൾ കാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.